നമസ്കാരം. ദി ഓപ്പൺ മൈക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ശരിക്കും ഗൗരവമുള്ളൊരു വിഷയമാണ് സംസാരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ കല്യാണിൽ ഈ അടുത്തൊരു സംഭവം നടന്നു. 10 വയസ്സുള്ളൊരു കുട്ടി. ആ കുട്ടിയുടെ ചികിത്സയിൽ ഒരു വലിയ പിഴവ്. ഒരു ജീവൻ തന്നെ അപകടത്തിലാകുമായിരുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യം. ഓക്കെ, നമുക്കിതിലേക്ക് കടക്കാം അല്ലേ? സംഭവം നടക്കുന്നത് മുംബൈക്ക് അടുത്താണ് കല്യാൺ. അവിടുത്തെ ആധാർവാടി ചൌക്കിൽ ഒരു ആശുപത്രിയുണ്ട്, മനോമി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. അവിടെയാണ് 2025 ഓഗസ്റ്റ് ആദ്യവാരം ഈ 10 വയസ്സുകാരൻ, നമുക്കവനെ ആര്യൻ എന്ന് വിളിക്കാം, യഥാർത്ഥ പേരല്ല, കടുത്ത പനിയും ചുമയുമായിട്ട് എത്തുന്നത്. 10 വയസ്സ്. അതെ. അവന്റെ അച്ഛനും അമ്മയും സാധാരണക്കാർ, ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്നവർ. ആശുപത്രിയിലെത്തി ഡോക്ടറെ കണ്ടു. പരിശോധനയൊക്കെ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കുട്ടിക്ക് ടൈഫോയിഡും ന്യൂമോണിയയുമാണെന്ന്. ടൈഫോയിഡും ന്യൂമോണിയയും രണ്ടും തീർച്ചയായും ശ്രദ്ധിക്കേണ്ട അസുഖങ്ങൾ തന്നെ, പ്രത്യേകിച്ച് കുട്ടികളിൽ. അതെ. ടൈഫോയിഡ് അതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണല്ലോ. ഈ സാൽമോണല്ല ടൈഫി എന്ന ബാക്ടീരിയ സാധാരണ വെള്ളത്തിലൂടെയോ ഭക്ഷണത്തിലൂടെയോ ഒക്കെയാണ് വരുന്നത്. നല്ല പനി, തലവേദന, വയറുവേദന, ക്ഷീണം, അതൊക്കെയാണ് ലക്ഷണം. ശരി. ന്യൂമോണിയ എന്ന് പറയുമ്പോൾ ശ്വാസകോശത്തെ ബാധിക്കുന്ന അണുബാധയാണ്. അത് ചിലപ്പോൾ ബാക്ടീരിയ ആകാം, വൈറസ് ആകാം, അല്ലെങ്കിൽ ഫംഗസ് മൂലവും വരാം. ഇതിനും പനി, ചുമ, പിന്നെ ശ്വാസമെടുക്കാനൊരു ബുദ്ധിമുട്ട്, അതൊക്കെയാണ് സാധാരണ കാണാറ്. കുട്ടികളിൽ എന്താണെന്ന് വെച്ചാൽ അവരുടെ പ്രതിരോധശേഷി അത്ര വികസിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് പെട്ടെന്ന് ഗുരുതരമാകാൻ സാധ്യതയുണ്ട്. പക്ഷേ കൃത്യസമയത്ത് ശരിയായ ചികിത്സ, അതായത് നല്ല ആന്റിബയോട്ടിക്കുകളൊക്കെ കൊടുത്താൽ ഇത് പൂർണ്ണമായിട്ടും ഭേദമാക്കാവുന്ന അസുഖങ്ങളാണ്. അതിൽ സംശയമൊന്നുമില്ല. അതെ, ഭേദമാക്കാവുന്ന അസുഖങ്ങൾ. അവിടെയാണ് ഈ കേസ് നമ്മളെ കൂടുതൽ ഞെട്ടിക്കുന്നത്. ഡോക്ടർ റൂഷ എന്നാണ് പേര് പറയുന്നത്. ആര്യന് ചികിത്സയ്ക്ക് വേണ്ടി കുറിച്ചുകൊടുത്ത മരുന്നുകൾ, അത് വിശ്വസിക്കാൻ തന്നെ പ്രയാസം. എന്തായിരുന്നു മരുന്നുകൾ? സിറ്റാഗ്ലിപ്റ്റിൻ ഫോസ്ഫേറ്റ്, മെറ്റ്ഫോമിൻ ഹൈഡ്രോക്ലോറൈഡ്. ഒരു മിനിറ്റ്, സിറ്റാഗ്ലിപ്റ്റിനും മെറ്റ്ഫോർമിനോ അത് രണ്ടും ടൈപ്പ് 2 പ്രമേഹ രോഗികൾക്ക് ഷുഗർ നിയന്ത്രിക്കാൻ കൊടുക്കുന്ന മരുന്നുകളല്ലേ? അതെ, അതാണ് ഞാനും പറഞ്ഞത്. 10 വയസ്സുള്ള പ്രമേഹം ഒന്നുമില്ലാത്തൊരു കുട്ടിക്ക് എന്തിനാണ് ഈ മരുന്നുകൾ? ഇത് അവിശ്വസനീയം എന്ന് പറഞ്ഞാൽ പോരല്ലോ. ഇത് അങ്ങേയറ്റം അപകടം പിടിച്ച ഒരു പിഴവാണ്. ശരിക്കും. ഈ സിറ്റാഗ്ലിപ്റ്റിനും മെറ്റ്ഫോർമിലും പ്രമേഹമില്ലാത്ത ഒരാൾക്ക്, അതും ഒരു കുട്ടിക്ക് കൊടുത്താൽ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് അത് വല്ലാതെ താണുപോകും. ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയും. ഹൈപ്പോഗ്ലൈസീമിയ അതത്ര അപകടമാണോ? അതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാ? വളരെ അപകടമാണ്. പെട്ടെന്ന് തലകറങ്ങുക, വിയർക്കുക, വിരയൽ വഴുക, ഭയങ്കരമായിട്ട് വിശക്കുക, ഹൃദയമിടിപ്പ് കൂടുക, കാഴ്ച മങ്ങുക, ഒരു കൺഫ്യൂഷൻ പോലെ തോന്നുക, ഇതൊക്കെ ആദ്യത്തെ ലക്ഷണങ്ങളാണ്. ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗ്ലൂക്കോസ് ലെവൽ ഇനിയും താഴോട്ട് പോയാൽ ചിലപ്പോൾ അപസ്മാരം വരാം, ബോധം പോകാം, കോമയിലാകാം, എന്തിന് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളൊരവസ്ഥയാണത്. എന്റെ ദൈവമേ. അതെ, മുതിർന്നവരെക്കാൾ കുട്ടികളുടെ ശരീരം ഇതിനോട് പ്രതികരിക്കുന്നത് വേറെ രീതിയിലായിരിക്കും. അപകട സാധ്യത അതുകൊണ്ട് വളരെ കൂടുതലാണ്. ഈ 2 മരുന്ന് മാത്രമല്ല കൊടുത്തത്, അതോടൊപ്പം സ്റ്റേസ്പ്രിൻ 75 എന്നും പറഞ്ഞ് ഒരു മരുന്ന് കൂടി കൊടുത്തിട്ടുണ്ട്. അതെന്താ സാധനം? സ്റ്റേസ്പ്രിൻ 75 അത് ആസ്പിരിനാണ്. കുറഞ്ഞ ഡോസിലുള്ള ആസ്പിരിൻ. സാധാരണ ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ ഒക്കെ വരാതിരിക്കാൻ വേണ്ടി രക്തം കട്ട പിടിക്കുന്നത് തടയാൻ കൊടുക്കുന്ന ഒരു ബ്ലഡ് തിന്നറാണത്. അപ്പോൾ അതും ഈ ടൈഫോയിഡിനും ന്യൂമോണിയയ്ക്കും കൊടുക്കേണ്ട ഒന്നല്ല? ഒരു ആവശ്യവുമില്ല. ടൈഫോയിഡോ ന്യൂമോണിയയോ ഉള്ള ഒരു കുട്ടിക്ക് ആസ്പിരിൻ കൊടുക്കേണ്ട കാര്യമേ ഇല്ല. ആവശ്യമില്ലാതെ ആസ്പിരിൻ, പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൊടുത്താൽ ചിലപ്പോൾ വയറ്റിനകത്ത് ബ്ലീഡിംഗ് ഉണ്ടാകാം, അൾസർ പോലുള്ള പ്രശ്നങ്ങൾ വരാം, പിന്നെ റേസ് സിൻഡ്രോം എന്നൊക്കെ പറയുന്ന ചില ഗുരുതരമായ അവസ്ഥകളും കുട്ടികളുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ കൊടുത്ത മരുന്നുകൾ രോഗത്തിനുള്ളതല്ലായിരുന്നു എന്ന് മാത്രമല്ല, അത് കൂടുതൽ അപകടമുണ്ടാക്കുന്നവയുമായിരുന്നു അല്ലേ? ഏൽക്കുമ്പോൾ ശരിക്കും പേടി തോന്നുന്നു. ആ കുട്ടിയുടെ അമ്മ അങ്കിത, അവർക്ക് ഈ മരുന്ന് കണ്ടപ്പോൾ ഒരു സംശയം തോന്നിയിരുന്നു കേട്ടോ. അവര് ഡോക്ടറോട് ചോദിക്കുകയും ചെയ്തു, ഇത് തന്നെയാണോ ഡോക്ടറെ മരുന്ന് എന്ന്. പക്ഷെ ഡോക്ടർ അവരെ സമാധാനിപ്പിച്ചു. അതെ, ഇത് തന്നെയാ, പേടിക്കണ്ട എന്ന് പറഞ്ഞു. പാവങ്ങൾ സാധാരണക്കാരായതുകൊണ്ട് ഡോക്ടർ പറഞ്ഞത് വിശ്വസിച്ച് ആ മരുന്ന് കുട്ടിക്ക് കൊടുത്തു തുടങ്ങി. ഇവിടെയാണ് ആ ഒരു ഡോക്ടർമാരിലുള്ള വിശ്വാസം,
അതെത്ര നിർണായകമാണെന്ന് നമ്മൾ കാണുന്നത്. അതെ അതെ, രോഗിയും ഡോക്ടറും തമ്മിലുള്ള ബന്ധം തന്നെ ആ വിശ്വാസത്തിലാണല്ലോ നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ഡോക്ടർമാർക്കൊരു പ്രത്യേക സ്ഥാനമുണ്ട്. ശരിയാണ്. പക്ഷേ ആ വിശ്വാസം ചിലപ്പോൾ ചോദ്യം ചെയ്യേണ്ടിയും വരും. ഇവിടെ ആ അമ്മയ്ക്കൊരു സംശയം തോന്നി, അവരത് ചോദിച്ചു. പക്ഷെ ഡോക്ടർ ഉറപ്പ് പറഞ്ഞപ്പോൾ അവർക്ക് പിന്നെയും അത് തുടരേണ്ടി വന്നു. ഇത് പലപ്പോഴും സംഭവിക്കുന്നൊരു കാര്യമാണ്. മെഡിക്കൽ കാര്യങ്ങളിൽ അറിവില്ലാത്തതുകൊണ്ടും ഡോക്ടറെ ചോദ്യം ചെയ്യുന്നത് ശരിയാണോ എന്നൊരു പേടി കൊണ്ടുമൊക്കെ പലരും സംശയങ്ങൾ ഉള്ളിൽ വയ്ക്കും. ഭാഗ്യത്തിന് ഈ പിഴവ് അധികം വൈകാതെ കണ്ടുപിടിച്ചു. അതെങ്ങനെയാണെന്നല്ലേ, ആര്യനൊരു ഇഞ്ചക്ഷൻ എടുക്കാനുണ്ടായിരുന്നു. അതിനുവേണ്ടി അവര് വേറൊരു ഡോക്ടറെ പോയി കണ്ടു. അപ്പൊ ആ ഡോക്ടറാണ് ഈ മരുന്നിന്റെ കുറിപ്പടി കാണുന്നത്. ആ രണ്ടാമത്തെ ഡോക്ടറാണ് പെട്ടെന്ന് ഈ പ്രശ്നം തിരിച്ചറിഞ്ഞത്. അയ്യോ, ഇതെന്തായി കൊടുക്കുന്നത് എന്ന രീതിയിൽ അവരുടനെ ആ തെറ്റായ മരുന്നുകളൊക്കെ നിർത്താൻ പറഞ്ഞു. എന്നിട്ട് ടൈഫോയിഡിനും ന്യൂമോണിയയ്ക്കും വേണ്ട ശരിയായ ആന്റിബയോട്ടിക്കുകൾ, അസിത്രോമൈസിൻ പോലെയുള്ളവ കൊടുക്കാൻ തുടങ്ങി. അതോടെയാണ് പിന്നെ ആര്യന്റെ നില മെച്ചപ്പെട്ടു തുടങ്ങിയത്. രക്ഷപ്പെട്ടു. ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നെന്ന് പറയാൻ പറ്റില്ല. ആ രണ്ടാമതൊരു അഭിപ്രായം തേടിയത്, അല്ലെങ്കിൽ യാദർച്ഛികമായിട്ടാണെങ്കിൽ പോലും ആ ഇഞ്ചക്ഷന് വേണ്ടി വേറൊരു ഡോക്ടറെ കണ്ടത് ആ കുട്ടിയുടെ ജീവൻ രക്ഷിച്ചു എന്ന് തന്നെ പറയാം. അതെ, ഇത് നമുക്കെല്ലാവർക്കും ഒരു പാഠമാണ്. നമ്മുടെ ചികിത്സയെക്കുറിച്ചോ രോഗനിർണയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ തരുന്ന മരുന്നുകളെപ്പറ്റിയോ എന്തെങ്കിലും ഒരു സംശയം മനസ്സിൽ തോന്നിയാൽ, അല്ലെങ്കിൽ അസുഖത്തിനൊരു കുറവും കാണുന്നില്ലെങ്കിൽ വേറൊരു ഡോക്ടറുടെ അഭിപ്രായം ചോദിക്കുന്നതിൽ ഒരു മടിയും വിചാരിക്കേണ്ട. അത് നമ്മുടെ അവകാശമാണ്. ഇനി ആശുപത്രിയുടെ ഭാഗം നോക്കാം. അവരെ സമ്മതിച്ചിട്ടുണ്ട് പിഴവ് പറ്റിയെന്ന്. സമ്മതിച്ചോ? സമ്മതിച്ചു. പക്ഷെ അവര് പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ക്ലറിക്കൽ പിഴവാണെന്നാണ്. ക്ലറിക്കൽ എറർ. ക്ലറിക്കൽ എററോ? അതെന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഡോക്ടർ റൂഷ എഴുതിയ കുറിപ്പടി വേറെ ഏതോ രോഗിയുടെ കുറിപ്പടിയുമായിട്ട് മാറിപ്പോയതാണത്രേ. ചിലപ്പോ ഫാർമസിയിലോ മറ്റു വെച്ചായിരിക്കാം. കണ്ടുപിടിച്ചു എന്നത് നല്ല കാര്യം. എന്തായാലും ആര്യന്റെ കുടുംബം ഇതിനെതിരെ കേസ് കൊടുക്കാൻ ഒരുങ്ങുകയാണ്. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും ഒരു ശ്രദ്ധേയമാകുന്നത്. ഒരു കുട്ടിയുടെ ജീവൻ അപകടത്തിലാക്കാൻ ശേഷിയുള്ള ഇത്രയും വലിയൊരു തെറ്റിനെ വെറുമൊരു ക്ലറിക്കൽ പിഴവ് എന്ന് പറഞ്ഞ് നിസ്സാരമാക്കുന്നത് അതെത്രത്തോളം ശരിയാണ്? അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ക്ലറിക്കൽ പിഴവ് എന്ന വാക്ക് ഒരുപക്ഷേ അത് മനഃപൂർവ്വമല്ലാത്ത ഒരു അശ്രദ്ധ കൊണ്ട് പറ്റിയതാണെന്ന് സൂചിപ്പിക്കാനാവാം അവരുപയോഗിക്കുന്നത്. ടൈപ്പ് ചെയ്തപ്പോൾ മാറിപ്പോയി, അല്ലെങ്കിൽ ഫയൽ ചെയ്തപ്പോൾ മാറിപ്പോയി, അങ്ങനെയൊക്കെ. പക്ഷേ ഹെൽത്ത് കെയറിൽ, ആരോഗ്യരംഗത്ത് അത്തരം ചെറിയ പിഴവുകൾക്ക് പോലും ഭയങ്കര പ്രത്യാഘാതങ്ങളുണ്ടാകാം. ഈ കേസിലത് മരുന്ന് മാറിക്കൊടുക്കുന്നതിലേക്കെത്തി. ഇതിനെ വെറുമൊരു ക്ലറിക്കൽ പിഴവ് എന്ന് മാത്രം പറയുന്നത് ഒരുപക്ഷേ ഇതിന് പിന്നിലുള്ള സിസ്റ്റത്തിലെ പ്രശ്നങ്ങളെ, അതായത് മരുന്ന് കൊടുക്കുന്നതിന് മുമ്പ് പലതവണ ഉറപ്പുവരുത്താനുള്ള ചെക്കുകളില്ലാത്തത്, അല്ലെങ്കിൽ ജീവനക്കാരുടെ ജോലിഭാരം, അവർക്ക് കിട്ടുന്ന ട്രെയിനിങ്, ഇതിനെയൊക്കെ മറച്ചു പിടിക്കാനുള്ളൊരു ശ്രമമായിട്ട് വേണമെങ്കിൽ കാണാം. അതെ, ഇതൊരു വ്യക്തിയുടെ മാത്രം പിഴവല്ല, ഒരു സിസ്റ്റത്തിന്റെ കൂടെ പരാജയമായിട്ട് കാണണ്ടേ? തീർച്ചയായും. ഇതിനെ നമ്മൾ ഒരു വലിയ രീതിയിൽ നോക്കുവാണെങ്കിൽ ഇന്ത്യയിലെ ആരോഗ്യ പരിപാലന രംഗത്ത് ഇത്തരം സംഭവങ്ങൾ അതത്ര ഒറ്റപ്പെട്ടതൊന്നുമല്ല. ആണോ? അതെ. തെറ്റായ രോഗനിർണയം, അതായത് മിസ്ഡയഗ്നോസിസ്, പിന്നെ മരുന്ന് മാറിക്കൊടുക്കുന്നത്, മെഡിക്കേഷൻ എറേഴ്സ്, ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് സംഭവിക്കുന്നുണ്ട്. ചില പഠനങ്ങളൊക്കെ പറയുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ചികിത്സ തേടുന്നവരിൽ ഏകദേശം ഒരു 12% പേർക്ക് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ ചികിത്സ കിട്ടുന്നുണ്ടെന്നാണ്. 12%? അത് വളരെ കൂടുതലാണല്ലോ. അതെ. മഹാരാഷ്ട്രയിലെ തന്നെ കണക്ക് നോക്കിയാൽ 2024 മാത്രം മെഡിക്കൽ നെഗ്ലിജൻസ്, അതായത് ചികിത്സാ പിഴവ് സംബന്ധിച്ച് 1000-ൽ കൂടുതൽ പരാതികളാണ് കിട്ടിയിട്ടുള്ളത്. 1000-ൽ കൂടുതൽ? ഓർക്കണം, ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകൾ മാത്രമാണ്. ഇതിന്റെ എത്രയോ ഇരട്ടി റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നുണ്ടാവാം. ഇത് കേൾക്കുമ്പോൾ ശരിക്കും ഭയമാവുന്നുണ്ട്. പ്രത്യേകിച്ച് ആര്യന്റെ കുടുംബത്തെ പോലെയുള്ള സാധാരണക്കാരെ ഓർക്കുമ്പോൾ. അവർക്ക് മെഡിക്കൽ കാര്യങ്ങളെക്കുറിച്ച് വലിയ പിടിപാടുണ്ടാവില്ല, സാമ്പത്തികമായിട്ടും പിന്നിലായിരിക്കും. അപ്പം ഡോക്ടറെയും ആശുപത്രിയെയും അങ്ങ് വിശ്വസിക്കുക എന്നല്ലാതെ അവർക്ക് വേറെ വഴിയില്ലല്ലോ. ശരിയാണ്. ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാനോ അല്ലെങ്കിൽ മരുന്നിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാനോ ഒന്നും അവർക്ക് പറ്റിയെന്ന് വരില്ല. ആ ഒരു ദുർബലാവസ്ഥ, ആ വൾണറബിലിറ്റി, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
അവർക്ക് കിട്ടുന്ന വിവരം ശരിയാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാനോ ചികിത്സയെ ചോദ്യം ചെയ്യാനോ ഉള്ള ഒരു സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു പിഴവ് പറ്റിയാൽ അത് അവരുടെ ആരോഗ്യത്തെ മാത്രമല്ല ബാധിക്കുന്നത്, പിന്നെന്തിനെയാണ്? ആരോഗ്യ സംവിധാനത്തിലുള്ള അവരുടെ ആകെ മൊത്തം വിശ്വാസത്തെയാണ് അത് തകർക്കുന്നത്. ഈ വിശ്വാസം പോയാൽ അതിൻ്റെ പ്രത്യാഘാതം വലുതാണ്. ആളുകൾക്ക് ആശുപത്രിയിൽ പോകാൻ പേടിയാവും, ഡോക്ടറെ കാണാൻ മടിയാവും. അത് ചികിത്സ വൈകാനും അസുഖം കൂടാനുമൊക്കെ കാരണമാവും. അപ്പോൾ ഇതെല്ലാം കൂടെ എന്താണ് അർത്ഥമാക്കുന്നത്? ഒരു വശത്ത് വിശ്വാസം വേണം, മറ്റേ വശത്ത് ഒരു ജാഗ്രതയും വേണം. ഇത് രണ്ടും കൂടെ എങ്ങനെ കൊണ്ടുപോകും? അതൊരു ബാലൻസ് കണ്ടെത്തേണ്ട കാര്യമാണ്. ഡോക്ടറെ പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റുന്നത് ചികിത്സയെ സഹായിക്കുമെന്ന് പറയാറുണ്ട്, പ്ലാസിബോ എഫക്റ്റ് എന്നൊക്കെ പറയില്ലേ. പക്ഷേ അന്ധമായ വിശ്വാസം അത് അപകടമാണ്. ഒരുപാട് സംശയത്തോടെയോ അവിശ്വാസത്തോടെയോ അല്ല, പക്ഷെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാനും സംശയങ്ങൾ തീർക്കാനും രോഗിക്കും കൂടെയുള്ളവർക്കും അവകാശമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ക്ലറിക്കൽ പിഴവ് എന്ന് ആശുപത്രി പറയുമ്പോൾ ആര്യൻ്റെ കുടുംബം അനുഭവിച്ചത് മരണത്തെ മുഖാമുഖം കണ്ട ഭയവും പിന്നെ വഞ്ചിക്കപ്പെട്ടു എന്ന തോന്നലുമാണ്. ശരിയാണ്. മനുഷ്യന്മാർക്ക് തെറ്റുപറ്റാം, ഡോക്ടർമാരും മനുഷ്യരാണ്. പക്ഷേ ആരോഗ്യരംഗത്ത് ആ തെറ്റുകൾക്ക് കൊടുക്കേണ്ടി വരുന്ന വില ചിലപ്പോൾ വളരെ വലുതായിരിക്കാം. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നുണ്ട്. എവിടെയാണ് ഈ മനുഷ്യസഹജമായ പിഴവ് തീരുന്നതും ഉത്തരവാദിത്തമില്ലായ്മ അല്ലെങ്കിൽ നെഗ്ലിജൻസ് തുടങ്ങുന്നതും? ഈ പിഴവിൻ്റെ ഉത്തരവാദിത്തം ശരിക്കും ആർക്കാണ്? ആ ഡോക്ടർക്കാണോ, അതോ ആ കുറിപ്പടി കൈകാര്യം ചെയ്ത സ്റ്റാഫിനാണോ, അതോ കൃത്യമായ ചെക്കിംഗ് സിസ്റ്റം ഇല്ലാത്ത ഹോസ്പിറ്റൽ മാനേജ്മെന്റിനാണോ? അതെ, ആ ചോദ്യം പ്രസക്തമാണ്. ആര്യന്റെ കേസ് നമ്മളെ അതാണ് ഓർമ്മിപ്പിക്കുന്നത്. ഗുരുതരമായ പിഴവുകൾ പറ്റാം, പക്ഷെ നമ്മൾ കുറച്ചുകൂടി വിവരങ്ങൾ അറിയാനും സംശയങ്ങൾ ചോദിക്കാനും ആവശ്യം വന്നാൽ വേറൊരാളുടെ അഭിപ്രായം തേടാനും മടിക്കരുത്. ആര്യന്റെ കാര്യത്തിൽ ആ രണ്ടാമത്തെ ഡോക്ടറുടെ ഇടപെടൽ അതവനെ രക്ഷിച്ചു. അതെ, ഈ അനുഭവത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ചില പ്രായോഗികമായ കാര്യങ്ങൾ എന്തൊക്കെയാണത്? ഒന്ന്, നമുക്ക് കിട്ടുന്ന മരുന്നിന്റെ കുറിപ്പിടി, ആ പ്രിസ്ക്രിപ്ഷൻ എപ്പോഴും ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കുക. മരുന്നിന്റെ പേര്, അതിന്റെ ഡോസ്, അതായത് എത്ര അളവിൽ കഴിക്കണം, എത്ര നേരം കഴിക്കണം, എന്തിനുള്ള മരുന്നാണ്, ഇതൊക്കെയൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. ശരി. 2, ഫാർമസിയിൽ നിന്നും മരുന്ന് വാങ്ങുമ്പോൾ ആ ഫാർമസിസ്റ്റിനോട് ഒന്ന് ചോദിച്ചുറപ്പാക്കുക. ഇത് തന്നെയല്ലേ ഡോക്ടർ എഴുതിയത്, ഡോസ് കറക്റ്റ് അല്ലേ എന്നൊക്കെ. അവർക്ക് മരുന്നുകളെപ്പറ്റി അറിവുണ്ടാവുമല്ലോ. 3, കുട്ടികളുടെ കാര്യത്തിൽ ഇത് വളരെ പ്രധാനമാണ്. കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുമ്പോൾ അളവ് ഒട്ടും തെറ്റാൻ പാടില്ല. എന്തെങ്കിലും സംശയം തോന്നിയാൽ വീണ്ടും വീണ്ടും ചോദിക്കാൻ മടിക്കരുത്. തീർച്ചയായും. 4, നിങ്ങൾക്കോ കുടുംബത്തിനോ ഉപയോഗിക്കുന്ന മരുന്നുകളുടെ ഒരു ലിസ്റ്റ് എപ്പോഴും കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. ഇടയ്ക്കിടെ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ആ ലിസ്റ്റ് കൊണ്ടുപോയാൽ അവർക്കും കാര്യങ്ങൾ എളുപ്പമാകും. അതൊരു നല്ല പോയിന്റാണ്. 5, ഏറ്റവും പ്രധാനം, ചികിത്സയെപ്പറ്റിയോ മരുന്നുകളെപ്പറ്റിയോ എന്തെങ്കിലും ഒരു ആശങ്കയോ സംശയമോ തോന്നിയാൽ അത് ഡോക്ടറോടോ നഴ്സിനോടോ ചോദിക്കാൻ ഒരു മടിയും വിചാരിക്കരുത്. ഡോക്ടർ എന്ത് വിചാരിക്കും എന്നോ ചോദ്യം ചോദിക്കുന്നത് ശരിയാണോ എന്നൊന്നും ചിന്തിക്കേണ്ട. നമ്മുടെ ആരോഗ്യം അത് നമ്മുടെ കൂടെ ഉത്തരവാദിത്വമാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആരോഗ്യ സംവിധാനത്തിൽ നമുക്ക് വിശ്വാസം വേണം, അതാവശ്യമാണ്. പക്ഷേ ആ വിശ്വാസം കണ്ണടച്ചുള്ളതാവരുത്. രോഗികൾ എന്ന നിലയിൽ നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാനും ആവശ്യമെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാനും അതിനൊക്കെ തയ്യാറാകണം. ഉത്തരവാദിത്വം ഉറപ്പാക്കാൻ ശ്രമിക്കണം. ഒരുപക്ഷെ നിങ്ങൾക്കിതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവില്ല, ഭാഗ്യം. പക്ഷെ നമ്മളോ നമുക്ക് വേണ്ടപ്പെട്ടവരോ എപ്പോൾ വേണമെങ്കിലും ഒരു രോഗിയോ കൂട്ടിരിപ്പുകാരനോ ഒക്കെ ആകാം. അതുകൊണ്ട് ഈ വിഷയം നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ആര്യന്റെ കുടുംബം അനുഭവിച്ച ആ ഒരു ഭയവും ടെൻഷനും അത് വേറെ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. അതിന് ഇത്തരം അറിവുകൾ ഒരു പരിധിവരെ സഹായിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വിശദമായി സംസാരിച്ചത് മഹാരാഷ്ട്രയിലെ കല്യാണിൽ ആ 10 വയസ്സുകാരന് സംഭവിച്ച ചികിത്സാ പിഴവിനെ പറ്റിയാണ്. ടൈഫോയിഡിനും ന്യൂമോണിയയ്ക്കും പകരം പ്രമേഹത്തിന്റെയും ഹൃദ്രോഗത്തിന്റെയും മരുന്നുകൾ മാറി നൽകിയ ഒരു സംഭവം. ഇത് വെറും ഒരു ഒറ്റപ്പെട്ട പിഴവായി കാണാതെ ആരോഗ്യ സംവിധാനത്തിലെ ചില വലിയ പ്രശ്നങ്ങളിലേക്കും രോഗികളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യത്തിലേക്കും പിന്നെ ഈ വിശ്വാസവും ജാഗ്രതയും തമ്മിൽ എങ്ങനൊരു ബാലൻസ് കണ്ടെത്താമെന്നതിലേക്കും ഒക്കെയാണ് നമ്മൾ നോക്കിയത്. ഈ ചർച്ച നിർത്തുമ്പോൾ ഒരു കാര്യം കൂടി നമുക്ക് ചിന്തിക്കാം. ആര്യന്റെ കേസിൽ സംഭവിച്ച പോലത്തെ പിഴവുകൾ അത് ആവർത്തിക്കാതിരിക്കാൻ ശരിക്കും എന്ത് ചെയ്യാൻ പറ്റും? ക്ലറിക്കൽ പിഴവ് എന്ന് പറഞ്ഞ് കൈകഴുകുന്നതിന് പകരം ആ സിസ്റ്റം തലത്തിൽ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും? ഉദാഹരണത്തിന് ഈ പ്രിസ്ക്രിപ്ഷനുകളൊക്കെ ഇലക്ട്രോണിക് ആക്കുക,
മരുന്ന് കൊടുക്കുന്നതിന് മുൻപ് രോഗിയുടെ വിവരങ്ങളും മരുന്നുമൊക്കെ ഒരു ബാർകോഡ് സ്കാൻ ചെയ്ത് പല തവണ ഉറപ്പുവരുത്തുന്ന സംവിധാനങ്ങൾ. അതൊക്കെ എത്രത്തോളം പ്രായോഗികമാണ്? ഈ ടെക്നോളജിക്ക് മനുഷ്യന് പറ്റുന്ന തെറ്റുകളെ ഒരു പരിധിവരെ തടയാൻ കഴിയുമോ? നല്ല ചോദ്യമാണ്. അതോടൊപ്പം രോഗികളെയും കൂടെയുള്ളവരെയും കുറച്ചുകൂടി ശാക്തീകരിക്കാൻ, സംശയങ്ങൾ ചോദിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംസ്കാരം നമ്മുടെ ആശുപത്രികളിലും ക്ലിനിക്കുകളിലുമൊക്കെ വളർത്തിയെടുക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ നമ്മൾ ഇനിയും ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. തീർച്ചയായും. ഈ വിശകലനത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് നിങ്ങൾക്ക് നന്ദി. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം.